थी तो मौजूद अज़ल से ही तेरी ज़ात क़दीम। फूल था ज़ेबे चमन पर ना परेशान थी शमीम। शर्त इंसाफ है ए साहिब अल्ताफ़ अमीम। बोए गुल फैलती किस तरह जो होती ना नसीम। हमको जमइयत खातिर ये परेशानी थी, वरना उम्मत तेरे महबूब की दीवानी थी। പ്രാരംഭം മുതൽ തന്നെ നിന്റെ സത്തയുണ്ടിവിടെ. പൂന്തോട്ടത്തിന്റെ ഭംഗിക്കായി പുഷ്പങ്ങളും, പക്ഷേ സുഗന്ധം വമിച്ചില്ലായിരുന്നു. നീതി കാണിക്കണമെന്ന നിബന്ധന മാത്രം. നിന്റെ ദയാപരത്വം വ്യാപകമാണ്. മന്ദമാരുതനില്ലാതെ പുഷ്പത്തിനെങ്ങനെ നറുമണം ലഭിക്കും? മനസ്സമാധാനം പോലും ഞങ്ങൾക്കില്ലാതെ പോയി. അല്ലാതെ നിന്റെ നബിയുടെ ഈ ജനത ഉന്മാദികളൊന്നുമല്ലല്ലോ. അള്ളാഹുവിന്റെ ഉണ്മക്ക് തുടക്കമില്ല. പ്രാരംഭം മുതൽ തന്നെ അവന്റെ ആസ്തിക്യം ഇവിടെയുണ്ട്. ഏക ഇലാഹിന്റെ അസ്തിത്വത്തെ വാസ്തവമാക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ നാമമുദ്ഘോഷിച്ച മുസ്ലിം പ്രതാപത്തെ അയവിറക്കുകയാണ് ഇക്ബാൽ. അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് തുടക്കമില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവൻ അന്തിമനും പ്രത്യക്ഷമായവനും പരോക്ഷമായവനുമാണ്. അവൻ സർവകാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്. ബഹുദൈവാരാധനയെയും ദൈവമില്ലായ്മയെയും ഖുർആൻ നിരാകരിച്ചു. ഏക ഇലാഹിന്റെ യഥാർത്ഥ സന്ദേശം പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർണമാക്കി. ആ ദൗത്യം ഏറ്റെടുത്തവരാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹുവിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് അവന്റെ വഴിയിലൂടെ ചലിക്കാനും അവനെ ആരാധിച്ച് ജീവിക്കാനും മുസ്ലിമീങ്ങൾ തയ്യാറായി. ധാർമ്മികതയിൽ നിന്നും ജനങ്ങൾ അകന്നുപോയപ്പോൾ അവയെ ജീവിപ്പിച്ചത് മുസ്ലിമീങ്ങളാണ്. പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളുടെ നറുമണം മന്ദമാരുതനാണല്ലോ പ്രചരിപ്പിക്കുന്നത്. പുഷ്പമുണ്ടായിരിക്കെ മുസ്ലിമീങ്ങൾ മന്ദമാരുതനായി അതിന്റെ സുഗന്ധത്തിന് പരിമളം വിതറി. കാടും മലയും കടലും താണ്ടിയാണ് സ്വഹാബാക്കൾ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത്. അറഫ സംഗമത്തിൽ സമ്മേളിച്ച ലക്ഷക്കണക്കിന് സ്വഹാബാക്കളിൽ പലരുടെയും മഖ്ബറകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ. ഇവിടെ സന്നിഹിതരായ ആളുകൾ ഇവിടെ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രവാചകരുടെ ആജ്ഞ ശിരസാ വഹിച്ചവരാണ് സ്വഹാബാക്കൾ. ഇസ്ലാമിന്റെ പ്രചാരണത്തിനായി ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലേക്കും അവർ യാത്ര തിരിച്ചു. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കേരളത്തിലെത്തി. അങ്ങനെ മന്ദമാരുതനായി നറുമണം വീശി മുന്നിട്ടിറങ്ങിയ സ്വഹാബാക്കളിലൂടെ ഇസ്ലാം വളരെ പെട്ടെന്ന് പ്രചരിച്ചു. ഇസ്ലാമിന്റെ പ്രചാരണത്തിന് തടസ്സം സൃഷ്ടിക്കാൻ ശത്രുക്കൾ എക്കാലവും ശ്രമം നടത്തി. അവയൊക്കെ പ്രതിരോധിച്ചാണ് ഇസ്ലാം പ്രചരിച്ചത്. അനവധി മുസ്ലിമീങ്ങൾ ഷഹീദായി. എന്നാൽ സത്യത്തെ മറച്ചുപിടിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. വിശ്വാസത്തിന്റെ കരുത്തുമായി ഇറങ്ങിയവർക്കു മുമ്പിൽ എല്ലാ പ്രതിസന്ധികളും മഞ്ഞുപോലെ ഉരുകിത്തീർന്നു. തൗഹീദിന്റെ പ്രചാരണത്തിന് മുസ്ലിങ്ങൾ ശ്രമിച്ചത് ഏറെ കഷ്ടാനിഷ്ടകളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ശേഷവും ഉണ്ടായ സായുധ പോരാട്ടങ്ങളും ഇസ്ലാമിക സാമ്രാജ്യത്വ വികാസങ്ങളുമൊക്കെ മുസ്ലിം കരുത്തിന്റെ പ്രതിഫലനങ്ങളാണ്. മുസ്ലിമീങ്ങളില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ തൗഹീദ് ഇവിടെ പ്രചരിപ്പിക്കില്ലായിരുന്നു. ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെടും മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയുണ്ടായി. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബത മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തൂബദു ഫിൽ അർളി. അല്ലാഹുവേ, ഈ ഇസ്ലാമിക സമൂഹമെങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടില്ല. അല്ലാഹു നീതിമാനും കരുണയുള്ളവനുമാണ്. അവന്റെ അടിയാറുകളോട് നീതി കാണിക്കണമെന്ന് മാത്രം. അവന്റെ കരുണക്കും നീതിക്കും ഏറ്റവും അർഹതപ്പെട്ടത് മുസ്ലിമീങ്ങളാണ്. അവരാണ് അവന്റെ കെലിമയെ ഉയർത്തിപ്പിടിച്ചത്. ചരിത്രത്തിൽ പ്രതാപമുണ്ടായത് അവന്റെ കാരുണ്യം നിമിത്തം മാത്രമാണ്. ഭൂനിവാസികൾക്ക് ജീവിക്കാൻ ഭക്ഷണവും പാനീയവും നൽകുന്നത് അള്ളാഹുവാണ്. നിശ്വസിക്കാൻ വിശാലമായ വായു സഞ്ചാരം അവൻ ഏർപ്പെടുത്തി.
വഴികളും ഗേഹങ്ങളും അവൻ ഒരുക്കിത്തന്നു. ചൂടും തണുപ്പും സുഖവും ദുഃഖവും അവൻ മാത്രമാണ് നൽകുന്നത്. പ്രകൃതി ദുരന്തങ്ങളുടെ ഉപജ്ഞാതാവും അവൻ തന്നെയാണ്. എന്നിട്ടും അവനെ വണങ്ങുന്നവരെയും ധിക്കരിക്കുന്നവരെയും അവൻ തിരിച്ചറിയുന്നില്ലെന്ന് ഇക്ബാൽ പരിഭവപ്പെടുന്നു. കുഫാറുകൾ സുഭിക്ഷമായി ജീവിക്കുമ്പോൾ അള്ളാഹുവിന് മുമ്പിൽ പ്രണമിക്കുന്നവർ വേദനകൾ മാത്രമാണ് സഹിക്കുന്നത്. മുസ്ലിങ്ങളുടെ മനഃശാന്തി പോലും നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയാണിവിടെ സന്തോഷം ഉറവ പൊട്ടുക? അവരെ സംരക്ഷിക്കേണ്ടവർ കൈവിട്ടു പോയോ എന്നോർത്ത് ഹൃദയാന്തരങ്ങൾ തപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളെ അവൻ അവഗണിക്കരുത്. അള്ളാഹുവേ, നീ അനീതി പ്രവർത്തിക്കരുതേ. കരുണ കൊണ്ട് നീ ഞങ്ങളെ ഉയർത്തണം. ഞങ്ങളുടെ അവകാശങ്ങൾ നീ നൽകണം. ഞങ്ങൾക്കെതിരെ ശത്രുക്കളുടെ ഗൂഢാലോചനകൾക്ക് നീ പ്രാമുഖ്യം കൊടുക്കരുത്. ഇഖ്ബാലിന്റെ ഹൃദയം പ്രാർത്ഥന നിർഭരമാവുകയാണ്.